ഈ ഹിസൈൻ അസംബ്ലി ഇറങ്ങുന്നവരേക്കും എല്ലാ പടത്തിനകത്തും കുട്ടനാണ് ലാലിന് വേണ്ടി പാടിക്കൊണ്ടിരുന്നത്. എല്ലാ സിനിമയ്ക്കും പിന്നെ വോയിസ് നല്ല സ്യൂട്ടബിൾ ആണല്ലോ ഇവർ തങ്ങളിലുള്ള ലാലാണോ പിന്നെ കുട്ടനാണെന്നല്ല അതേപോലെ ആയിരുന്നു. പക്ഷെ മാഷി ഹിസൈൻ അസംബ്ലി ചെയ്യുന്ന സമയത്ത് ദാസേട്ടൻ തന്നെ പാടണമെന്ന് നിർബന്ധം പിടിച്ചു. പിന്നെ എന്ന് വെച്ചാൽ ദാസേട്ടൻ അതിനകത്ത് ആലോചിച്ച് നോക്കാം, അതിനകത്തെ പാട്ടില്ല പിന്നെ ദാസേട്ടനല്ല പിന്നെ ആരും പാടാൻ പാടുണ്ട്, ആരും പാടാൻ പറ്റില്ല. അപ്പൊ ലാലിന്റെ കമ്പനിയാണല്ലോ അത്, ലാലിന്റെ പ്രണവത്തിന്റെ ഫസ്റ്റ് പടമാണ്. ലാല് രവിയേട്ടന് വിട്ടു കംപ്ലീറ്റ് തീരുമാനിച്ചോളം പറഞ്ഞു. ഇപ്പൊ ആരും പാടുന്നുണ്ട്. അപ്പൊ രവിയേട്ടനൊരു ഇപ്പൊ അന്ന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പൊ വിഷമം വെച്ചാൽ അന്ന് വരയ്ക്കും എല്ലാ പാട്ടും സ്വാഭാവികമായിട്ടും തോന്നുമല്ലോ, ശ്രീകുമാറിൻ്റെ വിഷമം തോന്നുമല്ലോ. ഇത്ര നാൾ വரைക്കും ഞാൻ തന്നെയാണ് ലാലിൻ്റെ എല്ലാ പാട്ടും പാടിക്കൊണ്ടിരുന്നത്, അപ്പം മാറ്റുന്നു എന്ന് പറയുമ്പോൾ. പക്ഷേ ആ ഒരു പടത്തിൻ്റെ സബ്ജക്റ്റിനും ആ പടത്തിനതൊക്കെ കുറച്ചുകൂടെ ഒരു ഗാംഭീര്യമുള്ള ഒരു ഇതിൽ വേണ്ടുന്നത്. ആ പടത്തിൽ ഒരു സിംഗർ, അതായത് ഒരു കൊലയാളിയാണെങ്കിലും ശരി, അല്ലോട് വന്നിരിക്കുന്നത് അല്ല ഒരു പാട്ടുകാരനാണ് ഈ വന്നിരിക്കുന്ന ഉദ്ദേശം വേറെ ആണെങ്കിലും ശരിക്കും ഒരു സിംഗറാണ് അല്ലേ, എന്താ വെസ്റ്റേൺ സിംഗറായിട്ട് പാടുന്നതിന്. അപ്പോൾ അതുമല്ല ഒരു പാട്ട് പാടി അവിടെ പിടിച്ചു നിൽക്കേണ്ടുന്ന കാര്യമുണ്ട് അല്ലേ, അവിടെ നിന്ന് അവർ പറഞ്ഞു വിടാൻ പോവുകയാണല്ലോ. അപ്പോൾ അത്രത്തോളം കഴിവ് തെളിയിക്കണ്ടേ അവിടെ.